നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പോലീസ് അനാവശ്യമായി പിഴ ചുമത്തി ബസ് വ്യവസായത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് രാജ്കുമാർ കരുവാരത്ത് പറഞ്ഞു. ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റിയും സംയുക്ത ട്രേഡ് യൂണിയനുകളും സംയുക്തമായി നടത്തിയ സമരത്തോടനുബന്ധിച്ച് കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ 18 മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും രാജ്കുമാർ കരുവാരത്ത് പറഞ്ഞു. പോലീസ് അനാവശ്യമായി പിഴ ചുമത്തി വ്യവസായത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും ഈ രീതിയിൽ മുന്നോട്ടു പോകാൻ ബസ് ഉടമസ്ഥ സംഘത്തിനാവില്ലെന്നും ഒരു മാസം ശരാശരി 10,000 രൂപയെങ്കിലും ഫൈനായി അടക്കേണ്ടി വരുന്നുണ്ടെന്നും രാജ്കുമാർ കരുവാരത്ത് പറഞ്ഞു. സാധാരണഗതിയിൽ ബസ് വ്യവസായത്തിന് ഭാരിച്ച സാമ്പത്തിക ചിലവാണ് ഉണ്ടാകുന്നത്. ഫൈനും കൂടിയാകുമ്പോൾ ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഇത് അധികാരികളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഇന്നത്തെ സൂചനാ പണിമുടക്കിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ വിഷയത്തിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ഡിസംബർ 18 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്താനും തീരുമാനിച്ചിട്ടുണ്ടെന്നും രാജ്കുമാർ കരുവാരത്ത് പറഞ്ഞു. ബന്ധപ്പെട്ട അധികൃതരുടെ വേണ്ടി 5-6 മാസം അപേക്ഷിക്കുന്നു. അതിൻ്റെയൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം, ശരിയാക്കാം എന്ന് പറയും. ബാക്കി പറയുന്നതല്ലാതെ യാതൊരുവിധ അനുകൂലമായ തീരുമാനമോ ഈ പോലീസ് നടപടിയോ ഇതുവരെ അവസാനിപ്പിച്ചില്ല. നമ്മളെ സംബന്ധിച്ച് അതിലെവിടെയും കേൾക്കാത്തൊരു കാട്ടുനീതിയാണ് പോലീസ് നടപ്പിലാക്കുന്നത്. ഞങ്ങൾ പറയുന്ന കേട്ടിന് സുപ്രീം കോടതിയിലോ ന്യായാധിപർ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പ്രതിയോട് ചോദിക്കാറുണ്ടായി. അങ്ങനെയുള്ള ഒരു അവസരം കൊടുക്കുന്ന ജനാധിപത്യ രാഷ്ട്രത്തിൽ ഈ കാടത്ത നിയമം നടപ്പിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുക്കുക, അത് എന്തിനാന്ന് പറയില്ല, ഏതിനാന്ന് പറയില്ല, അതിൻ്റെ ഉടമയെ അറിയില്ല, തൊഴിലാളികളെ അറിയില്ല, ആരും അറിയില്ല. വൈകിട്ടാകുമ്പോൾ 500 മുതൽ 10,000 രൂപ വരെ ഫൈൻ വരും. ഓരോ ബസ്സിനും ശരാശരി 6,000, 7,000 ശരാശരിയാണ് പറഞ്ഞത്. അതിൽ കൂടുതൽ 7,000 രൂപയോളം ഫൈൻ ഈടാക്കിയാണ് ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പി കെ പവിത്രൻ, പി പി മോഹനൻ, പി വി പത്മനാഭൻ, റെജിമോൾ തുടങ്ങിയവർ ബസ് ഉടമസ്ഥ കമ്മിറ്റിയെ പ്രതിനിധാനം ചെയ്ത് സംസാരിച്ചു. ട്രേഡ് യൂണിയൻ നേതാക്കളായ അബ്ദുള്ള, ആലിക്കുഞ്ഞി പന്നൂർ, പുരുഷോത്തമൻ, എൻ മോഹനൻ, എൻ പ്രസാദ്, കെ കെ ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ ജില്ലയിൽ തന്നെ ധാരാളം ഞങ്ങളെ സിറ്റി ഏരിയയിൽ ഓടുന്ന ബസ്സുകളൊക്കെ 1,000 രൂപയിൽ കുറവുള്ള വരുമാനമുള്ള എത്രയോ ബസ്സുകളുണ്ട്. അവർക്ക് 500 രൂപ 750 രൂപ ഫൈൻ ഈടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉടമക്ക് വെറും കള്ളാസ് കൊണ്ട് കൊടുക്കേണ്ട സ്ഥിതിയായില്ലേ. അപ്പോൾ ഇതിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം, ചിന്തിക്കാമെന്ന് പറയാമെന്നല്ലാതെ നാളിതുവരെ ഒരു നടപടി ഇവരുടെ ഭാഗത്തുണ്ടായില്ല.